ശിഷ്യന്മാരോടായി പറഞ്ഞു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തതല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമുക്കത് മാത്രമേ പറയാനുള്ളൂ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ്റെ സ്നേഹം തേടി പാപിയാമെന്നെ. ഹല്ലേലൂയ. തേടിയതല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം തേടിയ പാപിയാമെന്നെ. തേടിയ അല്ല ഞാൻ നിന്നെ, ഈ ക്രൂശിൻ സ്നേഹം പാപിയാമെന്നെ. ഓടും ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാനോടുന്നു, ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ മാറുവ ആവതല്ലിനി, മാറുവതാവതല്ലിനി. ലോകത്തിലേകെ ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഓ ലോകത്തിലേകെ ആശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ, നീ മതി വേണ്ട. ഹല്ലേലൂയ. അവിടുത്തെ സ്നേഹം മതി. ഹല്ലേലൂയ. ഓ എന്നും വാഴ്ത്തി പാടും ഞാൻ, വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ, നീ മതി വേണ്ട ഈ ലോക ഇമ്പം പ്രിയനെ, നീ മതി. എന്നും വാഴ്ത്തി പാടും ഞാൻ, എന്നും വാഴ്ത്തി പാടും. ഹല്ലേലൂയ. കർത്താവിന്റെ സ്നേഹത്തെ ഒന്ന് ഓർക്കാം. അവിടുന്ന് നമ്മെ തേടി വന്ന ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം. അവിടുത്തെ രക്തത്താൽ തനിക്കായി നമ്മെ വിലയ്ക്ക് വാങ്ങിയത് ഓർക്കാം. ഹല്ലേലൂയ. ആ ക്രൂശിന്റെ ദർശനം നമ്മുടെ കണ്ണിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആ ദൈവ സ്നേഹത്തിന്റെ നിറവിൽ ദൈവസന്നിധിയിലായിരുന്നു അവിടുത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ പാടിയതുപോലെ അങ്ങ് ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ രക്ഷിച്ചതിനായി സ്തോത്രം. അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി യാഗമാക്കുവാൻ ഈ ഭൂമിയിലേക്ക് അയച്ചതിനായി സ്തോത്രം. പുത്രന്റെ യാഗമരണത്തിലൂടെ ഞങ്ങൾക്ക് ആമേൻ അങ്ങയുടെ സന്നിധിയിലേക്കുള്ള പുതുവഴി തുറന്നതിനായി സ്തോത്രം. അവിടുത്തെ രക്തത്താൽ ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയതിനായി സ്തോത്രം. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളുടെ ഉള്ളത്തിലാക്കിയതിനായി സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ മുദ്രയിട്ടതിനായി സ്തോത്രം. രാവിലെ മക്കളെന്ന പദവിയോട് അങ്ങയുടെ സന്നിധി ഞങ്ങൾ കടന്നു വരുന്ന കർത്താവേ, അല്ലാതെ ഒന്നും ഞങ്ങൾക്ക് പറയുവാനില്ല, ഞങ്ങൾക്ക് പുകഴുവാനൊന്നുമില്ല. അവിടുത്തെ കൃപയൊന്നു മാത്രമാണെന്ന് ഏറ്റുപറയുന്ന കർത്താവേ, രാവിലെ അവിടുത്തെ നാമത്തെ തക്ക മഹത്വം കരേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണം. ആദ്യോടൊന്നും അങ്ങയുടെ ആത്മാവ് തന്നെ സകല ശുശ്രൂഷകൾ എന്നിവ നിയന്ത്രിക്കണമേ കർത്താവേ. കടന്നവരെ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കൂട്ടി വരുത്തണമേ. വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങൾ സ്വാതന്ത്ര്യത്തോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നു. സ്വാതന്ത്ര്യമില്ലാതെ യുദ്ധക്കെടുതികളുടെ നടുവിൽ ഏകരായ വിശ്വാസത്തിൽ ഇറങ്ങി തിരിച്ചതിൻ്റെ പേരിൽ ജയിലുകളിലും മറ്റും അടയ്ക്കപ്പെട്ടിരിക്കുന്ന ദൈവദാസന്മാർ പെർസിക്യൂഷനോട് കടന്നു വന്ന് തിരുസഭയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവരെ ഓർക്കണമേ, വിശ്വാസത്തിൽ അവരെ നിർത്തണമേ. അങ്ങയുടെ ആത്മാവ് അവർക്ക് തുണ നിൽക്കണമേ. അങ്ങയുടെ വചനം അവരെ ഓർമ്മിപ്പിച്ചുണർത്തണമേ. രാവിലെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. കർത്തൃ തിരുമേശ് ഞങ്ങളുടെ മധ്യത്തിലുണ്ടല്ലോ. ഭക്തിയോടും ആദരവോടും കൂടെ നിന്ന് പങ്കെടുപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ട്. ഒരിക്കലും ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. ഞങ്ങളൊന്നുമില്ല, ഏതുമില്ലെന്ന് ഏറ്റുപറയുന്നു. അങ്ങയുടെ നാമത്തെ ഇന്ന് ഉയർത്തുവാൻ ഞാൻ കൃപ ചെയ്താട്ട്. പ്രാർത്ഥകരുടെ സ്തോത്രം യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, സ്തോത്രം. ദൈവസനിൽ കടന്നു വന്നിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക്, സൂമിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ചില ഗാനങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നതിന് മുമ്പേ നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ദൈവസനിൽ എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ചു കർത്താവിനെ മഹത്വപ്പെടുത്താം. സാം നമ്പർ 29, 29 സങ്കീർത്തനം. 29 സങ്കീർത്തനം. ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുക്കുവീൻ,
യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. ചേർന്ന് വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും, യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഇത് രാവിലെ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ അവിടുത്തെ സമാധാനമാണ് നമ്മെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. ദൈവത്തോട് ഒരു കാലത്ത് സമാധാനമില്ലാതിരുന്ന നമ്മെ അവിടുത്തെ പുത്രനിലൂടെ ആ സമാധാന ബന്ധത്തിലേക്ക് ആക്കി തീർത്ത കർത്താവിനെ ഒന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ സമാധാന ബന്ധത്തിലേക്ക് എത്തിയിരിക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന് ഒന്നാണ് പറയാനുള്ളത്. തന്റെ ആത്മാവിന് ഒന്നാണ് നമ്മോട് പറയാനുള്ളത്. ദൈവപുത്രന്മാരെ, അങ്ങനെ ദൈവത്തിന്റെ മക്കളായവരെ, യഹോവയ്ക്ക് കൊടുക്കുവീൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവീൻ. ഹല്ലേലൂയ. അടുത്ത വാക്യത്തിൽ പറയുന്നത് യഹോവയ്ക്ക് നാമത്തിന്റെ മഹത്വം കൊടുക്കുവീൻ, വിശുദ്ധാലങ്കാരം ധരിച്ച യഹോവയെ നമസ്കരിപ്പീൻ. കർത്തൃതിരുമേശ നമ്മെ വിളിച്ചറിയിക്കുന്നത് നാം ഇവിടെ കടന്നു വരുവാനുള്ള കാരണമാണ്. ആ ദൈവത്തിന്റെ സ്നേഹത്തെ ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. ഹല്ലേലൂയ. ക്രിസ്തു നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയിൽ ദൈവത്തിന് തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആ സ്നേഹത്തെ ഓർക്കാം, ആ ക്രൂശിലെ സ്നേഹത്തെ ഓർക്കാം, ആ ദൈവ സ്നേഹത്തെ ഓർത്ത് ഇന്ന് രാവിലെ ചില ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഫെമിലിയർ ആയിട്ടുള്ള 2 ഗാനങ്ങളാണ് നാം പാടുന്നത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കി ഹൃദയത്തിൽ നിന്ന് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല നാഥനേ. എന്തു നൽകും പകരമാ തുല്യമാ, ഒന്നുമില്ല യേശുവേ. നന്ദിയോടെ അന്ത്യത്തോളം ആടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതനെന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്നേഹിച്ചുവല്ലോ. ദൈവസ്നേഹമേ, ദൈവസ്നേഹമേ, സ്വർഗം കാട്ടിയ അത്ഭുതമേ, മരക്കുരിശിന്മേൽ എന്റെ പേർക്കായി യേശു ചൊരിഞ്ഞതാം നിത്യസ്നേഹമേ.
കിരീടം അടിച്ചത് നമ്മുടെ ശാപത്തിന് വേണ്ടി, നമ്മുടെ പാപത്തിന് വേണ്ടിയാണ്. ഞാൻ ഏൽക്കേണ്ട കഷ്ടതകൾ അവനേറ്റത് നമ്മുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ പാപരോഗത്തിന്റെ സൗഖ്യത്തിന് വേണ്ടി. കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. അതിനായിട്ടാണല്ലോ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ. നന്ദിയോടെ അന്ത്യത്തോളം പാടിടും ഞാൻ ദേവാ, ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ 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 ഇത്രത്തോളം താതൻ എന്നെ സ്നേഹിച്ചുവല്ലോ. നന്ദിയോടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആ ദൈവസ്നേഹത്തിന്റെ ആഴം, നീളം, വീതി, ഉയരം അത് നമ്മുടെ ഹൃദയത്തിൽ ഗ്രഹിക്കാവുന്നതിനപ്പുറമാണ്. അവിടുത്തെ ആ പാപികളായിരുന്നപ്പോൾ തന്നെ നമ്മെ രക്ഷിക്കുവാൻ അവിടുത്തെ സ്നേഹം നമ്മോട് കാട്ടിയ അവിടുത്തെ കരുണയോർത്ത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഉൾക്കിരീടവും അടിപ്പിണറും നമുക്ക് വേണ്ടി അവൻ ഏറ്റു. നമ്മുടെ പാപം അവന്റെ തോളിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ തകർത്ത് കളയുവാൻ പിതാവിന് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവിനെ ഒന്ന് സ്തുതിക്കാം, അവിടുത്തെ നാമത്തെ ഒന്ന് വാഴ്ത്താം. അവിടുത്തെ യോഗ്യനാണ്, യോഗ്യനാണ്, യോഗ്യനാണ്. സ്തുതികളും മേൽ വസിക്കുന്നവനെ ഞങ്ങൾ അങ്ങയുടെ സ്നേഹത്തെ ഓർത്തങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. We love you Lord, we love you Lord. അങ്ങയുടെ യാഗത്തിനായി സ്തോത്രം, അങ്ങയുടെ യാഗമരണത്തിനായി സ്തോത്രം, അങ്ങയുടെ സ്നേഹത്തിനായി സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു കാലത്ത് അങ്ങയോട് ബന്ധമില്ലാതിരുന്ന ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനായി നന്ദി 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 പറയുന്നു കർത്താവേ. പ്രൈസ് യു ലോർഡ്. സ്വാതന്ത്ര്യമില്ലാതെ അടിമത്തത്തിലായിരുന്ന നമ്മെ, പ്രമാണത്തിന്റെ അടിമത്തം, പാപത്തിന്റെ അടിമത്തം, നമ്മുടെ തന്നെ പ്രകൃതത്തിന്റെ അടിമത്തം, അതിൽ നിന്ന് കർത്താവ് നമ്മെ സ്വതന്ത്രരാക്കി. ഹല്ലേലൂയ. We are free now in Christ. നാം ക്രിസ്തുവിൽ സ്വതന്ത്രരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് പാടാം ഗീതം, ഗീതം, ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മൾ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരെ. നമ്മളേശുനാഥൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവീൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചികെ വരനാൻ. പാപം ശാപം സകലവും തീർപ്പാൻ അവതരിച്ചികെ നരനാൻ. ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ദൈവകോപത്തിയിൽ വെന്തരിഞ്ഞവനാം രക്ഷകൻ ജീവിക്കുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം
ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഉലകമകാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്നു കല്ലറയിൽ. ഉലകമഹാന്മാർ അഖിലരും ഹല്ലേലൂയ ഉറങ്ങുന്നു കല്ലറയിൽ. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. നമ്മൾ ഉന്നതരേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. ഓ കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പീൻ. കലുഷതയകറ്റി കണ്ണുനീർ തുടപ്പി ഉത്സുകരായിരിപ്പീൻ. നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? നമ്മളാത്മനാഥൻ ജീവിക്കവേ ഇനി അലസത ശരിയാമോ? ഗീതം ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. വാതിലുകളെ നിങ്ങൾ തലകളെ ഉയർത്തി വരുന്നിത ജയരാജൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. നിങ്ങൾ ഉയർന്നിരിപ്പിൻ കതകുകളെ ശ്രീയേശുവെ സ്വീകരിപ്പാൻ. ഓ ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മളേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവിൻ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നത് കൊണ്ട് ഞാനും ജീവിക്കുന്നു. മരണത്തെ ഉയർത്താൻ ഒരു നല്ല കർത്താവിനെയാണ് നാം സേവിക്കുന്നത്. നാം സേവിക്കുന്നത് മരിച്ച ദൈവത്തെ അല്ല, ജീവനുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. We love you Lord. ഞങ്ങളെ ആരാധിക്കുന്നു, അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഈ ജീവനുള്ള ദൈവത്തെ സേവിപ്പാൻ, ഞങ്ങളുടെ മക്കളാക്കി തീർക്കുവാൻ അങ്ങ് ഞങ്ങളോട് കാട്ടിയ സ്നേഹത്തെ, കരുണയെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord. Hallelujah, 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 hallelujah. Praise you Lord, praise you Lord, praise you Lord, praise you Lord. ഉലകമഹാന്മാർ അഖിലരും ഒരുപോൽ ഉറങ്ങുന്ന കല്ലറയിൽ നമ്മൾ ഉന്നതൻ യേശു മഹേശ്വരൻ മാത്രം ഉയരത്തിൽ വാണിടുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah, hallelujah. അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു കർത്താവേ, അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു കർത്താവേ. അങ്ങ് യോഗ്യൻ 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 യോഗ്യൻ, അങ്ങ് യോഗ്യൻ യോഗ്യൻ. You are worthy to be praised.
ഹല്ലേലൂയ. സ്തുതിക്കുവാൻ അങ്ങ് യോഗ്യൻ, ആരാധനയ്ക്ക് അങ്ങ് യോഗ്യൻ. ഹല്ലേലൂയ. Praise you Lord, praise you Lord, praise you Lord, praise you Lord, praise you Lord. രാവിലെ ദിവസത്തിലായിരിക്കുമ്പോൾ ആ സ്നേഹത്തെ നമുക്ക് ഓർക്കാം, അവന്റെ കരുണയെ നമുക്ക് ഓർക്കാം, അവന്റെ വിശ്വസ്തതയെ നമുക്ക് ഓർക്കാം, അവന്റെ വിടുതലുകളെ നമുക്ക് ഓർക്കാം, അവിടുത്തെ രക്തം ചൊരിഞ്ഞ് നമ്മെ വിലയ്ക്ക് വാങ്ങിയതിനായി ഓർക്കാം, അവിടുന്ന് നമ്മെ വീണ്ടെടുത്തത് ഓർക്കാം, നമ്മെ തന്റെ മക്കളാക്കി തീർത്തത് ഓർക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് നന്ദിയോട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. തുടർന്ന് നാം ഭക്തിയോടും ആദരവോടും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ തുടർന്നുള്ള ശുശ്രൂഷാനത്തിന് വേണ്ടി ചുരുക്കം വാചകങ്ങളിൽ ബേച്ചാനിപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. Hallelujah. Yes, Lord. Yes, Lord. Yes, Lord. Please, Lord. Hallelujah. Hallelujah. Stotram. 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 ആമേൻ ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനകടത്തിനായി കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ദൈവത്തിന് എല്ലാവരും ഇരുന്നാട്ട്. ഹല്ലേലൂയ. ഈ ആലയത്തിലും സൂമിലുമായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഡാളസിൽ നിന്ന് അങ്കിളും ആൻറ്റിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രിയ നിമ്മ ആൻറ്റി നാട്ടിൽ നിന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. കാനഡയിൽ നിന്ന് മിനിസിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. മറ്റ് പ്രിയപ്പെട്ടവർക്ക് സ്തോത്രം. ഐ തിങ്ക് അമ്നി ആൻറ്റി ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയ ജസ്റ്റിസിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നല്ലോ, ജസ്റ്റിസ്റ്ററും ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഈ സഭാഹുകളിലായിരിക്കുന്ന ദൈവദാസന്മാർക്ക്, ദൈവമക്കൾക്ക് വന്ദനത്തെ അറിയിക്കുന്നു. Now is the time for our dear children to come forward and say their memory verses. Jeremiah 10:12. God made the earth by his power. He founded the world by his wisdom.
and he stretched out the heavens by his understanding. 2 Corinthians 3 verse 14. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. Finally, be strong in the Lord and his mighty power. 2 Corinthians 13:14. May the grace of the Lord Jesus Christ and the love of God and the fellowship of the Holy Spirit be with you all. Psalms 139 verse 7 to 10. Where can I go from your spirit? Where can I flee from your presence? If I go up to the heavens, you are there. If I make my bed in the depths, you are there. If I rise up on the wings of the dawn, if I settle on the far side of the sea, even there your hand will guide me, your right hand will hold me fast. From his abundance we have all received one gracious blessings after another. John 1 verse 16. Jeremiah 10 verse 10. For the Lord is a true God, he is the living God, the eternal King. When he is angry, the earth trembles, the nations cannot endure his wrath. For whoever has will be given more, and they will have an abundance. Whoever does not have, whatever they have will be taken away from them. Matthew 25 verse 29. For the Lord God, the heart, the soul, your mind, your strength. Mark 12:30. Romans chapter 8, verse 32. He who did not spare his own son, but delivered him over for us all, he now also with him freely give us all things. For since God in his wisdom, the world in its wisdom did not know God, it pleased God through the foolishness of the message that it be preached for those to be saved who believed. 1 Corinthians 1:21. നമുക്ക് കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഒരു നിമിഷം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ഈ തലമുറ മധ്യത്തിൽ കർത്താവിൻ്റെ സാക്ഷികളായി നിൽപ്പാൻ കർത്താവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവകൃപയുടെ മറവിൽ അവരെ മറയ്ക്കട്ടെ. കർത്താവിൻ്റെ ഹിതം അവരിൽ നിവർത്തിക്കട്ടെ. ദൈവനാമ മഹത്വത്തിനായി കർത്താവ് അവരെ പ്രയോജനപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോൺ ഫിലിപ്പ് സാജൻ ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. സ്തോത്രം. Hallelujah. Praise the Lord. 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 Yes, Lord. Hallelujah. Yes, Lord. Kruba, 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 Kruba. Hallelujah. Stotram, Stotram. Hallelujah. Yes, Lord. Yes, Lord. Yes, Lord. Kruba, 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 Kruba. Hallelujah. Yes, Lord. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനത്തിനായി നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരു കൂടി വന്ദനത്തെ അറിയിക്കുന്നു. നാം പ്രാർത്ഥിച്ചതുപോലെ പ്രിയ പ്രമോദ് പോലെ നമ്മുടെ പ്രിയ സഹോദരൻ ജോർജ് ബ്രദറിൻ്റെ പ്രിയ ഒരിക്കൽ കൂടെ എല്ലാവർക്കും വന്ദനത്തെ പറയുന്നു. നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി പത്രോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ വായിക്കും. അവൻ മരിച്ചവരുടെ ഇടയിലുള്ള യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ തന്റെ
രണ്ട് പത്രോസ്. ഞാനും വിചാരിച്ചു ഏതാ ഇനിയിപ്പോൾ പ്രസംഗിക്കാൻ പോകുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. ആമേൻ. ഇവയാൽ സ്തോത്രം. ഈ അനുഗ്രഹപ്പെട്ട ദൈവജന ഭാഗത്തിനായി കർത്താവിനെ ഞാൻ സ്തുതിക്കുകയാണ്. പത്രോസിൻ്റെ 2-ാം ലേഖനം നാം ചില നാളുകൾക്ക് മുമ്പേ ധ്യാനിച്ചതാണ്. ഈ ഭാഗത്ത് നിന്ന് 4-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ നൽകിയിരിക്കുന്നു. പ്രഷ്യസ് ആൻഡ് മാഗ്നിഫിസൻറ്റ് പ്രോമിസസ്. വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. ഈ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരു ദൈവ പൈതലിന് ഉറപ്പോടെ ഈ ക്രിസ്തു ജീവിത യാത്ര ചെയ്യുവാനുള്ള എല്ലാ ഉദവികളും ദൈവം തന്നെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ദൈവത്തെ പഴിക്കുവാൻ കഴിയത്തില്ല. ഈ ക്രിസ്ത്യ ജീവിത യാത്ര മുന്നോട്ട് വിജയകരമായി ചെയ്യുവാനുള്ള എല്ലാ ഉദവികളും എല്ലാ സഹായങ്ങളും കർത്താവ് തന്നെ ചെയ്തിട്ടുണ്ട്. First, we are assured that God has made full provision for us to have a life of holiness. ദൈവത്തിന് പ്രസാദമുള്ള വിശുദ്ധിയുള്ള ഒരു ജീവിതം ചെയ്യുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. This provision is said to be an evidence of His power. ഈ ഒരുക്കി തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ അവിടുത്തെ ശക്തിയുടെ പ്രദർശനമാണ്. അതവിടെ പറയുന്നത്, തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി ജീവനും ഭക്തിക്കും ആവശ്യമായത് നമുക്ക് ദാനം ചെയ്തിരിക്കുന്നല്ലോ. അവിടെയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുണ്ട്. ദാനം ചെയ്തിരിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ നാം ആർജിച്ചെടുത്തൊന്നല്ല. ഇറ്റ് ഇസ് ബൈ ഹിസ് ഗ്രേസ്, ഇറ്റ് ഇസ് ബൈ ഹിസ് മേഴ്സി. അവൻ്റെ കനിവും അവൻ്റെ കരുണയും അവൻ്റെ കൃപയുമാണ് നാം ഓരോ ദിവസവും അനുഭവിക്കുന്നതും. ക്രിസ്ത്യ ജീവിതത്തിൽ വീഴാതെ വണ്ണം മുന്നോട്ട് പോകുവാൻ ഈ അനുഗ്രഹങ്ങൾ ദൈവം പകർന്നിരിക്കുന്നത് അവൻ്റെ ശക്തിയാലാണ്, അവൻ്റെ ശക്തിയുടെ പ്രദർശനമാണ്. His divine power has given to us all things that pertain to life and godliness. അവൻ്റെ ശക്തിയാണ് നമ്മെ രക്ഷിച്ചത്, അല്ലേ? അവൻ്റെ ശക്തിയാണ് നമ്മെ രക്ഷിച്ചത്. അനേക വാക്യങ്ങൾ എടുക്കാൻ സാധിക്കും. കൊലോസ്യ ലേഖനം 1:13 ഒന്ന് വായിക്കാമോ? അത് മാത്രം. കൊലോസ്യ ലേഖനം 1:13. Colossians chapter 1 verse 13. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചത് തൻ്റെ ശക്തിയാലാണ്. അതേ ശക്തി തന്നെയാണ് നമ്മെ ഓരോ ദിവസവും മുന്നോട്ട് നടത്തുന്നത്. The power which has saved us in the first place, the same power energizes us to live a holy life. അതേ ശക്തി നമ്മെ മുന്നോട്ട് നയിക്കും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവനും ഭക്തിക്കും, ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. Then the gospel is the power of God. നമുക്കറിയാം, റോമാലേഖനം 1:16 പറഞ്ഞിരിക്കുന്നത് സുവിശേഷമാണ്
ആ ശക്തി. അവിടെ വായിക്കാമോ? എനിക്ക് ലജ്ജയില്ല. രക്ഷയ്ക്കായുള്ള ദൈവശക്തിയാണ്. ആ ശക്തിയാണ് നമ്മെ രക്ഷിച്ചത്. അവിടുത്തെ ശക്തി തന്നെയാണ് ഓരോ ദിവസവും നമ്മെ മുന്നോട്ട് നയിക്കുന്നത്. ഇവിടെ പറയുന്നത് all things that pertain to life and godliness. ജീവനും ഭക്തിക്കും വേണ്ടിയത് ഒക്കെയും. ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടെ അത് കൊടുത്തിരിക്കുന്നത്, all things. വിജയകരമായൊരു ക്രിസ്തീയ ജീവിത യാത്ര ചെയ്യാൻ തമ്പുരാൻ തൻ്റെ കൃപയാൽ, തൻ്റെ കനിവിനാൽ, തൻ്റെ ശക്തിയാൽ നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമായത് എല്ലാം നൽകി തന്നിട്ടുണ്ട്. ഈ നല്ല കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. രക്ഷിച്ച ശേഷം ഇനി നമുക്ക് അവിടെ കാണാമെന്നല്ല പറഞ്ഞത്, അവിടെ എത്തും വരെയും ഏത് ശക്തിയാണോ നിങ്ങളെ രക്ഷിച്ചത് അതേ ശക്തി അവിടം വരെയും നിങ്ങളെ നടത്തുവാൻ അവിടുന്ന് വിശ്വസ്തരാണ്. The same power. ആ സുവിശേഷത്തിന്റെ ശക്തി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമ്മെ വിടുവിച്ച ശക്തിയാണ്. The power of the gospel has saved us from the penalty of sin. പാപത്തിന്റെ ശക്തിയിൽ നമ്മെ വിടുവിച്ചു. And from damnation, നിത്യനാശത്തിൽ നിന്ന് നമ്മെ വിടുവിച്ചു. 10, 20, 30, 40 വർഷം മുമ്പേ ഇന്ന് നീ മരിച്ചാൽ നിന്റെ നിത്യത എവിടെയെന്നുള്ള ചോദ്യം ഒന്നുകിൽ നമ്മളത് ഇഗ്നോർ ചെയ്യും, അല്ലെങ്കിൽ നമുക്കത് ഭയമാണ്. ഇന്നൊരു ദൈവവൈദ്യനോട് ചോദിച്ചാൽ അവൻ ഉറപ്പോടെ പറയാൻ കഴിയും, വിട്ടു പിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് അത്യുത്തമം. എന്നല്ല നമ്മൾ ചിന്തിച്ചതാ വൈകിട്ട്. ഗുഡ്, ബെറ്റർ, ബെസ്റ്റ്. ഗുഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ ജീവിക്കുന്നതാ എന്ന് പറഞ്ഞാൽ, ഇവിടെ ജീവിക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു 1:21 മുതൽ ഉള്ള വാക്യങ്ങൾ, ഫിലിപ്പിയ ലേഖനം, ഞാൻ ഇവിടെ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ വേലയ്ക്ക് ഫലം വരും, എൻ്റെ വേലയ്ക്ക് ഫലം വരും, നിങ്ങൾക്ക് ആത്മീയ വർധനവ് വരും. പക്ഷെങ്കിൽ ബെറ്റർ ആയിരിക്കുന്ന കാര്യം, ഞാൻ ഇപ്പോൾ മരിച്ചാൽ ഞാൻ ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ഡിസംബോഡീഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ആത്മാവും ദേഹിയും ഒരുമിച്ച് ദൈവികമായിട്ടുള്ള കൂട്ടായ്മയിൽ സ്വർഗീയ സ്ഥലങ്ങളിലുള്ള അനുഗ്രഹങ്ങളെ അനുഭവിച്ച് ഞാനായിരിക്കും. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം, അവിടുന്ന് വരുമ്പോൾ എനിക്കൊരു സ്വർഗീയ ഭവനം ലഭിക്കും, എനിക്കൊരു സ്വർഗീയ ശരീരം ലഭിക്കും, എനിക്കൊരു രൂപാന്തരം ഉണ്ടാകും, എൻ്റെ രക്ഷയുടെ പൂർത്തീകരണത്തിലേക്ക് ഞാൻ എത്തും. അതാണ് ബെസ്റ്റ്, അതാണ് ബെസ്റ്റ്. ഹല്ലേലൂയ. നിത്യനാശത്തിൽ നിന്ന് ദൈവം നമ്മെ തൻ്റെ ശക്തിയാൽ വിടുവിച്ചു. മാത്രമല്ല, കളങ്കത്തിൽ നിന്ന്, ഡിഫൈൽമെന്റ് നിന്ന് ദൈവം വിടുവിച്ചു. ഇവിടെ പറയുന്നത് ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം എന്തൊക്കെയാണ്? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ രക്ഷിച്ച് ഇനി നമുക്ക് അങ്ങേക്കരെ കാണാമെന്നല്ല ദൈവം പറഞ്ഞത്. തൻ്റെ പുത്രനിലൂടെ നമ്മെ രക്ഷിച്ചിട്ട് അനുദിന ജീവിതത്തിൽ വീഴാതെ വണ്ണം എങ്ങനെ നിൽക്കാമെന്നുള്ളത് കർത്താവ് നമുക്ക് പകർന്നു തന്നിരിക്കുകയാണ്. അനുഗ്രഹങ്ങൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകാം. നമ്മുടെ ചിന്ത ഈ അതിമഹത്വം വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ എന്നുള്ളതാണ്. എന്തൊക്കെയാണ് വീഴാതെ വണ്ണം നിൽക്കാൻ തക്കവണ്ണം കർത്താവ് തൻ്റെ കരുണയിലും കൃപയിലും നമുക്ക് അനുവദിച്ചു തന്നിരിക്കുന്നത്? ഒന്ന്, ഇന്ന് ഈ നിമിഷവും എനിക്കു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മഹാപുരോഹിതനായി എൻ്റെ കർത്താവ്, എൻ്റെ രക്ഷിതാവുണ്ട്. ഹൈ പ്രീസ്ലി വർക്ക് ഓഫ് ക്രൈസ്റ്റ്. എനിക്ക് വേണ്ടി ഈ നിമിഷവും പിതാവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധനായവന്റെ സന്നിധിയിൽ മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു മഹാപുരോഹിതനുണ്ട്. എബ്രായർ 4:16 നമുക്കറിയാവുന്ന വാക്യമാ. അതുകൊണ്ട് താൻ മുഖാന്തരം
ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി ഓക്കെ, കരുണ ലഭിക്കുവാനും, സോറി, ഈ 14 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്ക് അവിടെ നിന്നുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. എബ്രായ ലേഖനം തന്നെ 7-ാം അധ്യായത്തിന്റെ 25 വായിക്കാമോ? എത്ര സന്തോഷമല്ലേ! താൻ മുഖാന്തരമായി ദൈവത്തോട് അടുത്തവരാണ് നാം. നമുക്കുള്ള വാഗ്ദത്തം അവിടെ എന്താണെന്ന് അറിയാമോ? അവിടുന്ന് നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. He is able to save us. Therefore he is able to save forever those who draw near to God through him, since he always lives to make intercession for them. നമുക്ക് വേണ്ടി ഒരു മധ്യസ്ഥൻ ഇന്ന് രാവിലെയും ദൈവസന്നിധിയിൽ ഉള്ളത് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നു നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇവിടെയും ഒരു മധ്യസ്ഥനുണ്ട്. The ministry of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം, പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ, അതാണ് രണ്ടാമത്തെ അനുഗ്രഹം. ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെയും എന്ന് പറയുമ്പോൾ, ഒന്ന്, അവിടുന്ന് നമുക്ക് വേണ്ടി മഹാപുരോഹിതനായി പിതാവിന്റെ സന്നിധിയിലുണ്ട്. 2, അവിടുത്തെ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. മാത്രമല്ല, ഇന്ന് രാവിലെയും കടന്നു വന്നപ്പോൾ, വചനത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, ഇന്ന് രാവിലെയും കടന്നു വന്നപ്പോൾ നമ്മുടെ കഴിവും മിടുക്കും ഡ്രൈവിങ്ങിൻ്റെ ശ്രേഷ്ഠതയുമല്ല, the angelic protection that we have. അനുദിനത്തിൽ നമ്മുടെ യാത്രകളിൽ, നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ യാത്ര ചെയ്യണ്ടല്ലോ, വീട്ടിലിരുന്നാൽ പോരെ. We have been protected by his angels. കാല് കല്ലിൽ തട്ടിപ്പോകാതിരിക്കേണ്ടതിന് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കുമെന്നുള്ള വാഗ്ദത്ത പ്രകാരം തന്റെ ദൂതന്മാരുള്ള കാവൽ നമുക്കുണ്ട്. That doesn't mean that we go through troubles. ദൈവം അനുവദിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ അതിന്റെ നടുവിലും ദൈവത്തിന്റെ പ്രൊട്ടക്ഷൻ ഉള്ളത് ഓർത്ത് കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. മാത്രമല്ല, കൊരിന്ത്യർ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ ആ പുതിയ സൃഷ്ടിയുടെ അനുഭവം നമുക്ക് തന്നത് ഓർത്ത് കർത്താവിനെ എന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. മാത്രമല്ല, ഇന്ന് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ തിരുവെഴുത്താണ്, the instruction of the word of God. അത് നമുക്ക് നൽകിയത് ഓർത്ത് കർത്താവിനെ എന്ന് സ്തുതിക്കാമോ? അത് മാത്രമല്ല, ഏറ്റവും പ്രധാനം ഈ കാലയളവിൽ അത് അധികം അനുഭവിക്കേണ്ടതും നാം അക്നോളജ് ചെയ്യേണ്ടതുമാണ് വിശുദ്ധന്മാരുമായിട്ടുള്ള ഈ കൂട്ടായ്മ. The fellowship with fellow saints, that is important. വിശുദ്ധന്മാരുമായിട്ടുള്ള ഈ കൂട്ടായ്മയുടെ ആ മാധുര്യവും ആ പ്രാധാന്യവും നമ്മൾ മറക്കരുത്. ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ക്രിസ്തുവിൽ ദാനമായി നൽകി തന്നു എന്ന് പറയുമ്പോൾ അനേക കാര്യങ്ങൾ പറയാനുണ്ട്. അതിൽ പ്രധാനമാവുകയാണ് ഞാൻ പറഞ്ഞത്. 1, കർത്താവിൻ്റെ മധ്യസ്ഥത, തൻ്റെ ആത്മാവിൻ്റെ ശുശ്രൂഷ, കർത്താവിൻ്റെ പ്രൊട്ടക്ഷൻ, പുതിയ ജീവിതം നമുക്ക് ദാനമായി നൽകി തന്നത്, തിരുവെഴുത്തിൻ്റെ മിനിസ്ട്രി, അതുപോലെ വിശുദ്ധന്മാരുമായിട്ടുള്ള കൂട്ടായ്മ. കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഈ ശക്തി, അനുഗ്രഹിക്കപ്പെട്ട, വീഴാത്ത, വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായ ശക്തി നമുക്ക് നൽകുന്ന ചാനൽ എന്ന് പറഞ്ഞ ഏതാണെന്നറിയാമോ? Through the knowledge of him. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലൂടെയാണ് വിജയകരമായ ഒരു ജീവിതം ചെയ്യാനുള്ള ശക്തി. That is the medium, that is the channel. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? അവിടെ പറഞ്ഞിരിക്കുന്നു, അല്ല, തൻ്റെ മഹത്വത്താലും വീരത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ. ആരാ വിളിച്ചേ? ഈ പത്രോസിന്റെ ഒരു തീമാണ് അവർ കോളിംഗ് എന്നുള്ളത്. നമ്മെ വിളിച്ചു, നമ്മെ വിളിച്ചു, നമ്മെ വിളിച്ചു എന്നുള്ളത് പത്രോസ് തുടർച്ചയായിട്ട് പറയും.
കാരണം പത്രോസിനെ വിളിച്ച അനുഭവം പത്രോസിന് അറിയാം. അന്ത്രയോസ് തന്നെ ആദ്യം കൊണ്ട് കർത്താവിന് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ആദ്യമേ ആരുടെയും കാണുമ്പോൾ നമ്മൾ അവരുടെ പേര് മാറ്റുമോ? പത്രോസിൻ്റെ പേരങ്ങ് മാറ്റി. നിന്നെ കേഫ എന്ന്. പുള്ളി ഒരൊറ്റ അക്ഷരം അവിടെ മിണ്ടിയില്ല, നേരെ തിരിഞ്ഞു പോയി. എന്നാൽ ലൂക്കോസ് 5 കാണാം പത്രോസിനെ വീണ്ടും. അവിടെ വെച്ചാണ് കർത്താവ് വീണ്ടും ചെന്നത്. അന്നാണ് താൻ സറണ്ടർ ചെയ്തത്. ഹല്ലേലൂയ! വിളിയുടെ മഹത്വം തനിക്കറിയാം. യോഗ്യതയില്ലാതിരുന്നവനെ പരിശുദ്ധനായവൻ വിളിക്കുമ്പോൾ പത്രോസ് വീണ്ടും നമ്മെയും അത് തന്നെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ ദൈവം വിളിച്ചു. എങ്ങനെയാണ് ഈ ശക്തി നമ്മൾ അനുഭവിച്ചറിയുന്നത്? അവന്റെ പരിജ്ഞാനത്താൽ. The more we know Christ, the more victorious our Christian life will be. നാം ക്രിസ്തുവിനെ അടുത്തറിയും തോറും, ക്രിസ്തുവിന്റെ പരിജ്ഞാനം നമ്മിൽ വർദ്ധിക്കും തോറും ജീവിതത്തിന്റെ പരാജയങ്ങളെ അകറ്റുവാൻ നമുക്ക് കഴിയും. ദൂരെ നിന്ന് കാണാൻ വേണ്ടിയാണ് സക്കായി ആഗ്രഹിച്ചത്. ക്രിസ്തു എങ്ങനെയുള്ളവനെന്ന് കണ്ടാൽ മതി. പുള്ളിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. പുള്ളി ഹീസ് സഫിഷ്യൻറ്റ്, ഹീസ് ഓക്കെ. ആൾക്കാരെന്തോ പറയുന്നു, ചുങ്കക്കാരനാണെന്നോ. നോ, ഹീസ് ഓക്കെ. ഇൻ ദിസ് വേൾഡ് ഹീസ് ഓക്കെ. വേൾഡ്ലി ടേംസിൽ ഹീസ് ഓക്കെ. പക്ഷെങ്കിൽ ഹീസ് നോട്ട് ഓക്കെ എന്നുള്ളത് പുള്ളിക്ക് പിന്നെ മനസ്സിലായി. മരത്തെ കയറി ദൂരേന്ന് കാണാൻ വേണ്ടി ആഗ്രഹിച്ചു, കണ്ടു കാണും. പക്ഷെ കർത്താവ് അവൻ്റെ അടുക്കിലേക്ക് വരിക. എന്നിട്ട് പറയാ, ഞാൻ നിന്റെ കൂടെ ഇന്ന് ലഞ്ച് കഴിക്കുന്നേ, ഒരുങ്ങിയിരുന്നോണം അല്ലേ? മീറ്റിംഗ് കഴിയുമ്പോൾ കൈ തരുമ്പോൾ പറയും, നിങ്ങളുടെ കൂടെ ഇന്ന് ലഞ്ച്. കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കൂടെ ഇന്ന് ലഞ്ച് പോരാൻ പറഞ്ഞു. പക്ഷെ പോകയിൽ പുള്ളി കൺഫസ് ചെയ്ത് തുടങ്ങുക. ദൂരേന്ന് കാണുന്നത് പോലെയല്ല, അടുത്ത് കാണുമ്പോൾ. അവിടെ നമ്മൾ വിചാരിക്കും ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സാന്നിധ്യം മാത്രമല്ലത്. കോൺവെർസേഷൻ ഉണ്ട്, അതവിടെ പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. The more closer we become with Christ, ആ വിജയം നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ അകന്നു നിൽക്കുന്നതോട് കൂടെ പരാജയങ്ങൾ വരും. അവിടെ നിന്ന് നമ്മോട് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്നവനാ. നാം അടുക്കുമ്പോൾ അവിടുന്ന് നമ്മളോട് അടുത്തു വരും. അങ്ങനെ അടുത്തു വന്ന സാഹചര്യങ്ങളിലൂടെയാണ് നാം രക്ഷിക്കപ്പെട്ടത് തന്നെ. എന്തെങ്കിലും ജീവിത വിജയം എന്ന് പറഞ്ഞാൽ, പാപത്തിന്റെ മേലുള്ള എന്തെങ്കിലും വിജയം നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടുത്തെ സാന്നിധ്യമാ, അവിടുത്തെ പരിജ്ഞാനത്താലാ. വീഴാതെ വണ്ണം എങ്ങനെ നിൽക്കാൻ കഴിയും? അവിടുത്തെ ശക്തി. ആ ശക്തി എങ്ങനെ മനസ്സിലാകും? ത്രൂ ദ നോളജ് ഓഫ് ഹിം. അവനെ അറിയുന്നതിലൂടെ. ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ എത്രയും കാലം ഒരുമിച്ച് ജീവിക്കുന്നോ ആ ആളുടെ ഇഷ്ടം മനസ്സിലാക്കി നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റത്തല്ലേ? അങ്ങനെയല്ലേ കുടുംബജീവിതം ചെയ്യുന്നേ? The more we know each other, ക്രൈസ്റ്റിനെ എത്ര അടുത്തറിയുന്നു, വിജയകരമായ ഒരു ജീവിതത്തിനുള്ള പവർ അവിടെ നിന്നാണ് കിട്ടുന്നേ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞല്ലോ, പത്രോസിന്റെ ഒരു ഫേവറിറ്റ് ടെർമിനോളജിയാ കോളിംഗ്. അത് ലേഖനത്തിൽ ഉടനീളം പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് പറഞ്ഞു പോയിട്ട് വിലയേറിയതും അതുമഹത്വമായ വാഗ്ദത്തം എന്നുള്ള വിഷയം ഞാൻ പറയാം. ഒന്ന്, പത്രോസിന്റെ 1 ലേഖനം 2:9 എഴുതിയെടുത്താൽ മതി. We have been called out of darkness. നമ്മെ വിളിച്ചത് എവിടുന്നാ? അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്കാണ്. 2:21 നമ്മെ വിളിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെ പിൻപറ്റുവാൻ വേണ്ടിയാണ്. We have been called to follow Christ. 3:9 ദോഷത്തിന് പകരം ദോഷം ചെയ്യാതെ, ശകാരത്തിന് പകരം ശകാരിക്കാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതാകയാൽ അനുഗ്രഹിക്കുന്നവരാകുവാൻ തക്കവണ്ണം വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നാം. 4-ാമത്തെ കാര്യം, നമ്മെ വിളിച്ചത് തന്റെ നിത്യമായ മഹത്വത്തിന് വേണ്ടിയാണ്. പത്രോസ് ലേഖനം 5:10. ഇവിടെ 1:3 പറയുന്നു. പത്രോസിന്റെ 2 ലേഖനം 1:3, we have been called by glory and his virtue.
അവൻ്റെ മഹത്വത്താലും അവൻ്റെ വീര്യത്താലുമാണ് നമ്മെ വിളിച്ചത്. നമ്മുടെ ജീവിതത്തിലുള്ള മുന്നോട്ടുള്ള യാത്രയിൽ വിജയകരമായി നമുക്ക് മുന്നോട്ട് പോകുവാൻ വിലയേറിയതായ പ്രഷ്യസ് അതിമഹത്തായ ഗ്രേറ്റ് മാഗ്നിഫിസന്റ് വാഗ്ദത്തങ്ങൾ അവിടെ തന്നിട്ടുണ്ട്. ജോൺ ബെന്യനെ നമുക്കറിയാമല്ലോ. ജോൺ ബെന്യൻ പരദേശി മോക്ഷയാത്ര എന്ന പുസ്തകം എഴുതിയ ജോൺ ബെന്യൻ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: The pathway of life of a Christian is strewn so thickly with the promises of God that it is impossible to take one step without treading upon one of them. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു ദൈവവൈതലിൻ്റെ ക്രിസ്ത്യ ജീവിത പാത ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളാൽ നിറഞ്ഞിരിക്കുന്നു. അവയിൽ ഒന്നിൽ ചവിട്ടാതെ നമുക്ക് ഒരു ചുവട് വെക്കുക അസാധ്യമാണെന്ന്. നമ്മൾ നിലനിൽക്കുന്നത് ദൈവിക വാഗ്ദത്തത്തിൽ മേലാണ്. ഹല്ലേലൂയ. എന്താണ് ആ വാഗ്ദത്തങ്ങളെന്ന് നോക്കാം. അതായത് വിജയകരമായ ക്രിസ്ത്യ ജീവിതത്തിന് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ നമുക്ക് നൽകി തന്നിരിക്കുന്ന അതിമഹത്വവും പിന്നെ വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ എന്തെല്ലാമാണ്. ഇന്ന് ഈ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് പറയുന്ന സംഭവമല്ല കേട്ടോ. ഒന്ന് ഫ്രീഡം ഫ്രം സിൻസ് ഡൊമിനിയൻ. അവിടുന്ന് നമ്മെ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചു, പാപത്തിന്റെ പെനൽറ്റിയിൽ നിന്ന് വിടുവിച്ചു. ഇപ്പോൾ പാപത്തിന്റെ ശക്തിയിൽ നിന്ന് വിടുവിച്ചുകൊണ്ടിരിക്കുക. ഫ്യൂച്ചറിൽ പാപത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ നമ്മെ വിടുവിക്കും. എന്നാൽ ഒരിക്കൽ നാം പാപത്തിന്റെ അടിമത്വത്തിലായിരുന്നു. We were under the bondage of sin. 6:14 വായിക്കാമോ? റോമാലേഖനം. വായിച്ചു. ഓക്കെ, 6:14 വായിക്കുന്നത്. 6:6 വായിച്ചാട്ടെ. നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതാണ് 6:6 പറഞ്ഞിരിക്കുന്നത്. എന്നാൽ 6:14 വരുമ്പോ പാപത്തിന് നമ്മുടെ മേൽ ഇനിയും കർത്തൃത്വം ചെയ്യുവാൻ വാഴുവാൻ കഴിയുകയില്ല. അതെന്താ കാരണം? ബിക്കോസ് വി ആർ അണ്ടർ ഗ്രേസ്. നാം കൃപയുടെ കീഴിലാണ്, അധീനതയിലാണ്. We are under grace, not under law. പാപത്തിന് പ്രമാണത്തിന് കീഴിലുള്ളവരുടെ മേൽ ആധിപത്യം ഉണ്ട്. അതെന്തുകൊണ്ടെന്നറിയാമോ? Sin does have an upper hand over a person who is under the law. Why? Because ഈ നിയമം പറയും എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. But it doesn't give us the power. ശക്തി തരത്തില്ല. ഇൻസ്ട്രക്ഷൻ തരും. ചെയ്യണം, ചെയ്യരുത്, ചെയ്താൽ ചെയ്യാതിരുന്നാൽ ശിക്ഷാവിധിയില്ല. It doesn't give us the power, it gives us the instruction. പൗലോസ് പറയുന്നു നിയമം പരിശുദ്ധം തന്നെയാണ്, but it doesn't give us the power to do it. But we are not under law. നാം പ്രമാണത്തിന് കീഴിലുള്ളവരല്ല, നാം കൃപയ്ക്ക് അധീനരാണ്. മാത്രമല്ല നിയമമുള്ളത് കൊണ്ടാണ് പാപമുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. നിയമം അരുതെന്ന് പറയുന്ന ചെയ്യാൻ തക്കവണ്ണം മനുഷ്യന്റെ പ്രകൃതത്തിൽ നിന്നുള്ള ഒരു ത്വരയുണ്ട്. So the law stirs up desires in the fallen human nature to do what is forbidden. കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിച്ചിരിക്കും, പോകലെന്ന് പറഞ്ഞാൽ പോയിരിക്കും. അതാണ് മനുഷ്യന്റെ നേച്ചർ. But we are not under law. We are
under grace. So sin doesn't have any dominion over us. രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മേൽ പാപത്തിന് ഇനിയും കർത്തൃത്വമില്ല. ഒരു വിശ്വാസി പാപത്തിന് മരിച്ചവനാണ്. അവന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ അധിവാസമുണ്ട്. ആത്മാവിനാൽ അവനെ മുദ്രയിട്ടിരിക്കുകയാണ്. അവൻ നയിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള സ്നേഹത്തിലാണ്. അവൻ നയിക്കപ്പെടുന്നത് ദൈവത്തോടുള്ള ഭക്തിയിലും ആരാധനയിലുമാണ്. He is motivated by love, not by punishment. Fear of punishment. ഭയത്തിലല്ല അവൻ ദൈവത്തെ ആരാധിക്കുന്നത്. സ്നേഹത്തിലാണ് അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞാൻ അനുഭവത്തിൽ നിന്നും വചനത്തിന്റെ അടിസ്ഥാനത്തിലും പറയാം, ഗ്രേസ് is the only thing that really produces holiness. യഥാർത്ഥത്തിലുള്ള വിശുദ്ധ ജീവനം കൃപയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു ഭക്തൻ പറഞ്ഞത്, it is not restrained but gracious inspiration that liberates from sin, not Mount Sinai but Mount Calvary which makes saints. പാപത്തിൽ നിന്ന് മോചനം നൽകുന്നത് നിയന്ത്രണമല്ല, മറിച്ച് കൃപ നിറഞ്ഞ പ്രചോദനമാണ്. സീനായി പർവ്വതമല്ല, കാൽവറി മലയാണ് വിശുദ്ധരെ ഉളവാക്കുന്നത്. കാൽവറിയിൽ നിന്ന് നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ ഓർത്ത്, കൃപയുടെ കടാക്ഷത്തെ ഓർത്ത് ദൈവത്തെ ഒന്ന് സ്തുതിക്കും. സ്വാതന്ത്ര്യത്തോടെ ഇന്ന് രാവിലെ നാം ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത് ഭയമല്ല, അവനോടുള്ള സ്നേഹമായിരിക്കണം. ഫ്രീഡം ഫ്രം സിൻസ് ഡൊമീനിയൻ. പാപത്തിന്റെ ശക്തിയിൽ നിന്നും, പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും ഒരു ഭക്തന് ജയമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മൾ ചിന്തിക്കുന്നത് എന്താ? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. രണ്ടാമത്തെ കാര്യം നമുക്കറിയാവുന്ന കാര്യം, ഇനിയും പെട്ടെന്ന് പറഞ്ഞു പോകാം. ഗ്രേസ് ദാറ്റ് ഈസ് സഫിഷ്യന്റ്. മതിയായ ദൈവകൃപ. കൊരിന്ത്യർക്കുള്ള 2-ാം ലേഖനം അതിൻ്റെ 12-9 നമുക്കറിയാം. കർത്താവിന്റെ ദാസൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അല്ലേ? നമുക്കറിയാം ഈ കാര്യം. എന്താ അവിടെ സംഭവിച്ചേ? പൗലോസ് പറയുക, ഈ ശൂലം ഒന്ന് മാറ്റണം. ഈ ശൂലം ഒന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ കർത്താവ് 3 പ്രാവശ്യം ചോദിച്ചെന്നാണ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. 2-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കൃപ മതി. 3-ാമത്തെ പ്രാവശ്യം പറഞ്ഞു, എൻ്റെ കൃപ മതി. എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. അവിടുന്ന് തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ രക്ഷിച്ചവന്റെ പരിജ്ഞാനത്താൽ ജീവനും ഭക്തിക്കും ആവശ്യമായതെല്ലാം ദാനമായി നൽകി തന്നു. അവയാൽ അതിമഹത്വവും വിലയേറിയതുമായ വാഗ്ദത്തങ്ങൾ നമുക്ക് നൽകി തന്നു. 1, പാപത്തിന് ഇനി നമ്മളെ അടിമപ്പെടുത്തുവാൻ കഴിയില്ല. 2, ദൈവകൃപ, മതിയായ ദൈവകൃപ. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ടത് പൗലോസിന്റെ ജീവിതമാണ്, പൗലോസിന്റെ വിളിയാണ്, മഹത്തരമായ വിളിയാണ്. നമ്മെ എല്ലാവരും വിളിച്ചേക്കുന്ന മഹത്തരമായ വിളിയാണ്. കാരണം അത് വിളിച്ചവന്റെ ഗുണമാണ്. പക്ഷെ ഇതിൻ്റെ വ്യാപ്തി ഭയങ്കരമാണ്. ചെറിയ ഒരു കാലയളവിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ മനുഷ്യനാണ്. അദ്ദേഹം തന്നെയല്ല, അദ്ദേഹത്തിൻ്റെ മേൽ വ്യാപരിച്ച ദൈവകൃപയാണ്. ഈ കൃപയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം നിഗളിച്ചു പോയെന്നതിന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചെറിയ കാലയളവ് കൊണ്ട് ഇത്രയും വലിയ ഇമ്പാക്റ്റ് ഉള്ളവനായി വിളിക്കപ്പെട്ടവനായാൽ ദൈവം പറഞ്ഞു, നീ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് ഈ ശൂലം നിനക്ക് ആവശ്യമാണ്. അത് മനസ്സിലാക്കാത്ത ദൈവം പൗലോസ് പ്രാർത്ഥിക്കുക, പ്ലീസ് ലോർഡ്, ഇതങ്ങ് മാറ്റിയാൽ നല്ലതായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടുമായിരുന്നു, എനിക്ക് കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടുമായിരുന്നു. നോ, എൻ്റെ കൃപ ഞാൻ നിനക്ക് തരാം. നിന്റെ ബലഹീനതയിൽ എൻ്റെ ശക്തി തികഞ്ഞു വരുന്നതാണ്. ഇന്ന് രാവിലെയും ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദാസൻ എന്ന നിലയിൽ ഞാൻ പ്രബോധിപ്പിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ബലഹീനതയുമേൽ തികഞ്ഞു വരുന്നതാണ്. ഇതിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ.
ദൈവം നമ്മിലൂടെയും നമ്മിലും ചെയ്യുവാനുള്ള പ്രവൃത്തികൾ പൂർണ്ണതോതിൽ ചെയ്യുവാൻ ദൈവം തൻ്റെ ശക്തി നമ്മുടെ മേൽ ചൊരിയുന്നതിനാണ് ദൈവകൃപ എന്ന് പറയുന്നത്. ഗ്രേസ് ഇസ് ദ പവർ ടു ഫുൾഫിൽ വാട്ട് ഗോഡ് ഹാസ് ഡിറ്റർമിൻഡ് ഇൻ ആൻഡ് ത്രൂ അസ്. നമ്മിലും നമ്മളിലൂടെ. പൗലോസിലൊരു പ്രവൃത്തി ചെയ്തു. എങ്ങനെയാ? നെകളിച്ചു പോകാതിരിക്കാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുത്തി. അല്ലെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പൗലോസും നിഗളിക്കുമായിരുന്നതല്ല എൻ്റെ അർത്ഥം. കാരണം ഈ വെളിപ്പാടിൻ്റെ ആധിക്യമുള്ള മനുഷ്യനാണ്. വെളിപ്പാടിൻ്റെ ABCD അറിയാത്ത നമ്മൾ നിഗളിക്കുന്നു. പിന്നെ അപ്പോൾ ഈ ആധിക്യമുള്ള മനുഷ്യൻ നിഗളിക്കാതിരിക്കുമോ? ദൈവം പറയാ, ഞാൻ നിനക്ക് കൃപ 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 തരാം. കൃപയ്ക്കായി കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ദൈവകൃപയാണ് നമ്മെ നിർത്തുന്നത്. ഹല്ലേലൂയ. മൂന്നാമത്തെ കാര്യം, പവർ ടു ഒബേ ഹിസ് കമാൻഡ്സ്. അവിടുന്ന് പറഞ്ഞതിനെ അനുസരിക്കാനുള്ള ദൈവശക്തി അവിടുന്ന് തരും. ഫിലിപ്പ് ലേഖനം 4:13, ഫിലിപ്പിയൻസ് ചാപ്റ്റർ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. ഇത് നമ്മൾ അസ്ഥാനത്ത് കൊണ്ട് ഫിറ്റ് ചെയ്യും. ഈ വാക്യം മോന് സ്പോർട്സിന് പങ്കെടുത്തു. അവനോട് പറഞ്ഞു വിടുക, എടാ നിന്നെ ശക്തനാക്കാൻ മുഖാന്തരം നീ സകലത്തിനും മതിയായവന്. അതിനുപയോഗിക്കാൻ പറ്റിയതല്ലിത്. നോ. പ്രാർത്ഥിച്ചിട്ടൊക്കെ പോകുന്ന നല്ല കാര്യം തന്നെയാ. പക്ഷെ ഈ വചനം അതിനു വേണ്ടി ഉള്ളതല്ല. ഇഷ്ടമുള്ളിടത്തെല്ലാം കൊണ്ട് ഫിക്സ് ചെയ്യുക. ദൈവഹിതമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടും എന്നെ ശക്തനാക്കുന്നവൻ. നോ, ദാറ്റ് ഇസ് ഇൻ വർക്ക്. ഇനിയിപ്പോൾ അതൊന്ന് അടക്കോടെ ചെയ്താൽ പിന്നെ വിശ്വാസമായി. ഇനിയിപ്പോൾ എവിടെയും ഇത് നോ, അതല്ല. ഇത് തിരുവെഴുത്താ. നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം കൊണ്ട് അപ്ലൈ ചെയ്യാനുള്ളതല്ലിത്. ഇവിടെ പൗലോസ് എന്താ പറയുന്നേ? എനിക്കെല്ലാം കഴിയുമെന്നാണോ പറഞ്ഞേ? നോ. പൗലോസ് ഏറ്റവും ബലഹീനനായ മനുഷ്യനാ. അത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്, വിവരിക്കുന്നുണ്ട് പല ലേഖനങ്ങളിൽ. എൻ്റെ ബലഹീനത. വാട്ട് ഡസ് ഇറ്റ് മീൻ? ലിറ്ററലി അങ്ങനെയാണോ? കുഡ് ഹി പോസിബിളി മീൻ ഇറ്റ് ലിറ്ററലി? തനിക്ക് എന്തും സാധിക്കുമെന്നാണോ പൗലോസ് പറയുന്നേ? നോ. Did he believe that there is nothing he cannot do? ഒന്നും അസാധ്യമല്ല ഇതാണോ പറയുന്നേ? No. What he meant by all things is all things which were God's will for him to do. എന്നെ കൊണ്ട് ചെയ്യുവാൻ ദൈവം എന്തെല്ലാം ഉദ്ദേശിക്കുന്നോ അത് ചെയ്യുവാൻ ഞാൻ മതിയായവനാണ്. കാരണം അവൻ എന്നെ ശക്തീകരിക്കും. അതാണ് എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും, ഏത് സകലത്തിനും എന്നെ കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന ഈ ഭൂപരപ്പിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എന്നെ കൊണ്ട് എന്തെല്ലാം ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ അത് ചെയ്യുവാൻ ഞാൻ മതിയായവനാ. ബിക്കോസ് ഹി ഈസ് ദ വൺ ഹു സ്ട്രെങ്തൻസ് മീ. ദൈവവേലയ്ക്ക് വേണ്ടി ഒരുവനെ വിളിച്ചാൽ അതിന് ശക്തീകരിക്കുന്നവൻ ദൈവമാ. മനുഷ്യന്റെ ശക്തി അതിന് ആവശ്യമില്ല. സമർപ്പണം മാത്രമാണ് ആവശ്യം. സമർപ്പണമില്ലായ്മയാണ് പലപ്പോഴും ദൈവം ഉപയോഗിക്കാതിരിക്കുന്നതിന്റെ കാരണം. പലരും കംപ്ലൈന്റ് ചെയ്യാറുണ്ടല്ലേ? No. He is willing to give you the power. Hallelujah. I can do all things through Christ Jesus who strengthens me. ദൈവം എന്തെല്ലാം ഈ ഭൂമിയിൽ നമ്മെ കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അത് ചെയ്യിക്കുവാനുള്ള ദൈവകൃപ, ദൈവത്തിന്റെ ശക്തി അവിടുന്ന് നമ്മുടെ മേൽ ചൊരിയും. മൂന്നാമത്തെ കാര്യം, പവർ ടു ഒബേ ഹിസ് കമാൻഡ്സ്. 4, വിക്ടറി ഓവർ ഡെവിൾ. പിശാചിന്റെ തന്ത്രങ്ങളുടെ മേൽ നമുക്ക് എന്തോ ഉണ്ട്? ജെയിംസ് 4:7 ഒന്ന് വായിക്കാമോ? ദൈവത്തിന് കീഴടങ്ങുകയും. നമ്മൾ ആ പകുതി കൊണ്ട് ചെയ്യില്ല. പിശാചിന് എതിർത്ത് നിൽപ്പിന് അവന് വിട്ട് അതല്ല. തുടങ്ങുന്നത് ദൈവത്തിന് കീഴടങ്ങണം. പിശാചിനോട് എതിർത്ത് നിൽക്കണം. എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. പിശാചിന്റെ പ്രവർത്തനം നമുക്കെതിരെ ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എല്ലാ നിലകളിലും ഉണ്ട്. പക്ഷെ ഞാൻ ദൈവത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യനാണെങ്കിൽ, ദൈവത്തിന്റെ ഹിതപ്രകാരം സഞ്ചരിക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ദൈവാലോചന പ്രകാരം നടക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ
പൗലോസിന്റെ ജീവിതം തന്നെ എടുത്തു. പിശാചിന്റെ തന്ത്രങ്ങൾ ഏറ്റവും കൂടുതൽ അടിച്ച ഒരു അപ്പോസ്തലനാണ് താൻ. എവിടെയെല്ലാം ചെന്ന് സഭ തുടങ്ങിയോ രണ്ടാം ദിവസം തന്നെ പിടിച്ച് തിരിച്ചുവിടും. പെർസിക്യൂഷൻ, കള്ള സഹോദരന്മാരുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കരയിലെ ആപത്ത്, എല്ലാ നിലകളിലുള്ള ആപത്ത്. അതിന്റെ നടുവിലും തന്നെ ഏൽപ്പിച്ച കാര്യം വിശ്വസ്തയോടെ പൂർത്തിയാക്കിയ ശേഷം തിമോഥെയോസിന്റെ ലേഖനം 4:6 പറയുക, ഞാൻ നല്ല പോർപ്പൊരുതു, ഞാൻ ഓട്ടം തികച്ചു, ഞാൻ വിശ്വാസം കാത്തു, ഇനി ജീവ കിരീടം എനിക്ക് വേണ്ടി വെച്ചിരിക്കുക. എങ്ങനെ പറയാൻ സാധിക്കും? പിശാചിന്റെ പോരാട്ടമില്ല. എല്ലാം അനുകൂലമായതുകൊണ്ടാണോ? അല്ല. ദൈവത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. ദൈവത്തിന് കീഴടങ്ങിയ ഒരു മനുഷ്യനെ കൊണ്ട് ദൈവത്തിന് എത്രമാത്രം കാര്യങ്ങൾ പൂർണ്ണതോതിൽ ചെയ്യാൻ കഴിയുമെന്ന് ഇതുവരെ ലോകം കണ്ടിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന് പൂർണ്ണമായി നമുക്കൊന്ന് കീഴടങ്ങാം. നമ്മളിലൂടെ ദൈവം തന്നെ പ്രവൃത്തി ചെയ്യട്ടെ. പിശാചിനെ എതിർത്ത് നിൽക്കാം. അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. വേറെ ഒരു തന്ത്രമന്ത്രങ്ങളുമില്ല പിശാചിനെ തോൽപ്പിക്കാൻ. ദൈവത്തിന് കീഴടങ്ങുക, അവനോട് എതിർത്ത് നിൽക്കുക. വിക്ടറി ഓവർ devil. We must be submitted to him who called us. We must obey him. Then we must resist the devil. എങ്ങനെയാ റെസിസ്റ്റ് ചെയ്യുന്നത്? എഫേസ്യർ 6:17 വചനമെന്ന വെറും വാളല്ല, ആത്മാവിന്റെ വാള്. We use the scriptures as the sword of the spirit. ആരെ എക്സാമ്പിൾ? യേശു കർത്താവ് തന്നെയാ. വചനമെന്ന ആത്മാവിന്റെ വാളെടുത്താണ് അവനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ സങ്കീർത്തനത്തിൽ ഒരു വാക്യമുണ്ടല്ലോ, ഞാൻ പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എൻ്റെ ഉള്ളിൽ സംഗ്രഹിച്ചിരിക്കും. പിശാച് എങ്ങനെയാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്? പ്രലോഭനങ്ങളിലൂടെ അല്ലേ? അതാണ് മെയിൻ ടെംപ്റ്റേഷൻ. അതാണ് അടുത്ത പോയിന്റ്. എസ്കേപ്പ് വെൻ ടെംപ്റ്റഡ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു വാഗ്ദത്തം നമുക്ക് തന്നിട്ടുണ്ട്. നിനക്ക് കഴിയാവുന്നതിനും അപ്പുറം പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ഇവിടെ യാക്കോബിന്റെ ലേഖനത്തിൽ പ്രലോഭനം എന്ന് കൊടുത്ത വാക്ക് ഇംഗ്ലീഷിൽ ടെംപ്റ്റേഷൻ ടെസ്റ്റിംഗ് എന്നൊക്കെയാണ് കൊടുക്കണേ. ഇതിൻ്റെ മൂലഭാഷയിൽ ടെസ്റ്റിംഗ് ഓർ പ്രൂവ് എന്നാണ്, തെളിയിക്കലാണ്. അങ്ങനെ ഒരു ന്യൂട്രൽ വേർഡ് ഇവിടെ കൊടുത്തേക്കുന്നത്. ടെംപ്റ്റേഷൻ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം പ്രലോഭനം എന്നാണ് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരേണ്ടത്. പക്ഷേ ഇവിടെ കൊരിന്ത്യർ ലേഖനം ഒന്ന് വായിച്ചേ. കൊരിന്ത്യർ ലേഖനം 10:13. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നേരിട്ടിട്ടില്ല. അത് രണ്ട് നിലയിലും നമുക്ക് മനസ്സിലാക്കാം. ടെസ്റ്റ്, ഒരു കാര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അതിനോടുള്ള പ്രതികരണമാണ്, അത് ദൈവികമാണോ അതോ പാപത്തിലേക്ക് നയിക്കുമോ എന്ന് തെളിയിക്കുന്നത്. അങ്ങനെ ഒരു വേർഡ് അവിടെ കൊടുത്തേക്കുന്നത്. ടെസ്റ്റിംഗ് ഓർ പ്രൂവിങ് വാട്ട്? വെദർ യു ആർ എ ജെന്യുവിൻ ബിലീവർ. നമ്മൾ പ്രൊഫസ് ചെയ്യുന്ന ആ ബിലീഫ് യഥാർത്ഥത്തിൽ നമ്മളിൽ ഉണ്ടോ എന്ന് പ്രൂവ് ചെയ്യുന്നതാണ്. പ്രൊഫസ് ചെയ്യുന്ന ബിലീഫ് അത് ശരിയാണോ തെറ്റാണോ എന്ന് പ്രൂവ് ചെയ്യുന്നതാണ് ഈ ടെസ്റ്റ്. അത് വരുമ്പോൾ രണ്ട് നിലയിൽ നമുക്ക് പ്രതികരിക്കാം, അല്ലേ? രണ്ട് നിലയിൽ പ്രതികരിക്കാം. ഒന്നിൽ ദൈവത്തിന് മഹത്വകരമായ പ്രതികരിക്കാം. ഇറ്റ് ബ്രിങ്സ് ഫ്രൂട്ട്സ് ഓഫ് റൈച്ചസ്നെസ്. രണ്ട്, പാപത്തിലേക്കുള്ള ഒരു വഴിയായി അത് മാറാം. പക്ഷെ ഇവിടെ പറയുന്നത് എന്താണെന്നറിയാമോ? 10:13 വായിച്ചാട്ടെ. നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾ നേരിട്ടിട്ടില്ല. He is faithful and who will not allow you to be tempted beyond what you are able. അങ്ങനെയല്ലേ പറഞ്ഞേക്കുന്നത്? കഴിയുന്നതിനപ്പുറം സമ്മതിക്കാതെ
സഹിക്കുവാൻ കഴിയേണ്ടതിന്. അവിടെ ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത് He provide the way of escape also. Amen. Escape when tempted. How do we resist the temptation? We resist it in God's power. It will either prove that we are faithful, or if we do not resist, it is an invitation to sin. ഇവിടെ പറഞ്ഞിരിക്കുന്നത് മനുഷ്യർക്ക് നടപ്പുള്ളത് മാത്രമേ ഒരു ഭക്തന്റെ ജീവിതത്തിൽ ദൈവം അനുവദിക്കത്തുള്ളൂ. എന്നാൽ അത് അനുവദിച്ചാൽ ഒരു എസ്കേപ്പും ദൈവം ഒരുക്കിയിരിക്കും. സോ അഞ്ചാമത്തെ കാര്യം നമ്മൾ ചിന്തിച്ചത് എസ്കേപ്പ് വെൻ ടെംപ്റ്റഡ്. പെട്ടെന്ന് പറഞ്ഞു പോവാം. യോഹന്നാന്റെ 1:5-9 എന്താ നമ്മൾ ചിന്തിക്കുന്നേ? വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ, precious and magnificent promises. വായിച്ചാട്ടെ, യോഹന്നാന്റെ 1:1-9. ആ ആ നാം കുറവുള്ളവരാണെന്നുള്ള സമ്മതം ആദ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. താഴ്മാ മനോഭാവം നമ്മുടെ ഉള്ളിൽ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുകയുള്ളൂ. അനുദിന ജീവിതത്തിൽ വീഴ്ചകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ ന്യായീകരിക്കാതെ ദൈവസന്നിധിയിലേക്ക് ചെന്ന് നാം ഏറ്റുപറയുകയാണെങ്കിൽ അവിടുന്ന് പറയുന്നത് എന്താ? ഇഫ് വി കൺഫസ് അവർ സിൻസ്, ഹി ഈസ് ഫെയ്ത്ത്ഫുൾ ആൻഡ് റൈച്ചസ് ടു ഫോർഗീവ് us our sins and cleanse us from all unrighteousness. This is a promise. ഇതൊരു വാഗ്ദത്തമാണ്. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്ന ഒരു നല്ല കർത്താവ് ഉള്ളതുകൊണ്ട് കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. 50-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, കഷ്ടകാലത്ത് നീ എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. റെസ്പോൺസ് when we call, വിളിക്കുമ്പോൾ ഉത്തരമരുളുമെന്നുള്ളൊരു പ്രോമിസ്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ എന്ന് സ്തുതിച്ചാട്ടെ. ജീവനുള്ള ദൈവം, വിളിക്കുമ്പോൾ ഉത്തരം അരുളുന്ന ദൈവം. അവസാനമായി ഏറ്റവും മഹത്വകരമായ പ്രോമിസ് ഏതെന്നറിയാമോ? യോഹന്നാന്റെ 1:2-25 പറയുന്നു, ഇതാകുന്നു അവൻ നമുക്ക് നൽകി തന്ന വാഗ്ദത്തം. അത് മറ്റൊന്നുമല്ല, നിത്യ ജീവൻ തന്നെ. നിത്യ ജീവൻ തന്നെ. This is the promise that he has given us. എന്താ അത്? Eternal life. നമ്മൾ ചിന്തിച്ച എന്താ? The magnificent promises. Precious promises. എന്തൊക്കെയാണ് നമ്മൾ ചിന്തിച്ചത്? ഫ്രീഡം ഫ്രം സിൻസ് ഡൊമീനിയൻ. പാപത്തിന്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവം നമ്മെ വിടുവിക്കുന്നു. മതിയായ ദൈവകൃപ, ഗ്രേറ്റ് ഗ്രേസ് ദാറ്റ് ഈസ് സഫിഷ്യന്റ്. അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുവാനുള്ള ശക്തി, പവർ ടു ഒബേ ഹിസ് കമാൻഡ്സ്. പിശാചിന്റെ മേൽ നമുക്ക് ജയം, വിക്ടറി ഓവർ ഡെവിൾ. എസ്കേപ്പ് വെൻ ടെംപ്റ്റഡ്. പരീക്ഷിക്കപ്പെടുമ്പോൾ ഒരു നീക്കുപോക്ക് അവിടെ നിന്ന് ഒരുക്കും. Forgiveness when we confess our sins. നാം ഏറ്റുപറയുമ്പോൾ നമ്മോട് ക്ഷമിക്കുന്ന ദയാലുവായ കൃപാലുവായ ഒരു ദൈവം. അവസാനം ഏറ്റവും വലിയ പ്രോമിസ്, മാത്രമല്ല നാം വിളിക്കുമ്പോൾ ഉത്തരവുള്ള ദൈവം, ഏറ്റവും വലിയ പ്രോമിസ്, നിത്യജീവൻ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. കരങ്ങളെ അടിച്ച് കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കാട്ടെ. ഈ നല്ല ദൈവം മഹത്വകരമായ അതിവിശുദ്ധമായ പ്രഷ്യസ് ആയിട്ടുള്ള പ്രോമിസ് അവിടെ നമുക്ക് നൽകി തന്നു. ദൈവകൃപ അനുഭവിച്ച് തുടർന്നുള്ള സമയം ഗാനങ്ങൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. Let's sing together. Let's stand up in the presence of God. Hallelujah. ദൈവസന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. Hallelujah. ദൈവകൃപ 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 ദൈവകൃപ. ദൈവത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. Hallelujah. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. Praise the Lord. Praise God. It's good to be in His house this morning, church.